സർ, എന്താണ് A+ ഫോർമുല? ഓക്കെ, ഇത് A+ ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോഴ്സാണ്. അപ്പോൾ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ട് ഈ പഠിക്കുന്ന രീതികളാണ്. ആക്ച്വലി നമ്മൾ ഈ ലേണിങ്ങിനകത്ത് ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ A+ ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും പഠിക്കാൻ നമ്മൾ പഠിക്കുക, ആൻഡ് എക്സാം മാസ്റ്ററി, ഈ രണ്ട് കാര്യം അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അഫക്റ്റീവ് ലേണിംഗ് സ്റ്റൈലുള്ള ആളിൻ്റെ അല്ല, റിഫ്ലക്റ്റീവ് ലേണിംഗ് സ്റ്റൈൽ, ക്രിട്ടിക്കൽ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റാണ്, സോളോ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റാണ്, സോഷ്യൽ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മുടെ ഏത് ലേണിംഗ് സ്റ്റൈലാണെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് വെക്കാം. അങ്ങനത്തെ ലേണിംഗ് സ്ട്രാറ്റജി വെച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ ബാക്ക് പേപ്പേഴ്സ് എന്നൊന്നും പറഞ്ഞ് വരത്തില്ല. അത് ഈസി ആയിട്ട് ആ പരീക്ഷ പാസ്സാകാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ ഈ BTechൻ്റെ കേസിലാണെങ്കിലും ശരി, MTechൻ്റെ കേസിലാണെങ്കിലും ശരി, MBBSൻ്റെ കേസിലാണെങ്കിലും ശരി, ഈ പഠിക്കുന്ന ഓരോരുത്തരുടെ നമ്മൾ ഓരോ ഇതിലുണ്ട്. കിനസ്തെറ്റിക് ആൾക്കാരുണ്ട്, വിഷ്വൽ ആൾക്കാരുണ്ട്, ഓഡിറ്ററി ആൾക്കാരുണ്ട്. അപ്പോൾ അത് NLPയിൽ ഉപയോഗിക്കുന്നതാണ്. പഠനത്തിനത് വളരെ പ്രധാനമാണ്. അപ്പോൾ വിഷ്വൽ ആൾക്കാരാണെങ്കിൽ വിഷ്വലി എന്തെങ്കിലും കാണിച്ചുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ അവരുടെ മനസ്സിൽ പോവുള്ളൂ. കിനസ്തെറ്റിക് ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന സംഭവത്തോടു കൂടി ചെയ്താൽ മാത്രമേ അവരുടെ മനസ്സിൽ പോവുള്ളൂ. അതേപോലെ അഫക്റ്റീവ് ലേണർക്ക് എപ്പോഴും ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കണം. റിഫ്ലക്റ്റീവ് ലേണറിന് ടീച്ചർ ഉണ്ടാകാനേ പാടില്ല. ഉണ്ടായിക്കോട്ടെ, പക്ഷേങ്കിൽ ടീച്ചറിൻ്റെ കയ്യിൽ നിന്നല്ല അയാൾ പഠിക്കുന്നത്. ക്രിട്ടിക്കൽ ലേണേഴ്സ് ആണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു ലെക്ചർ കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവർ ജസ്റ്റ് ഓപ്പോസിറ്റും ഒക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അപ്പോൾ അത് ഏതാണ്ട് ഒരു 48ഓളം ടെക്നിക്സ് പഠിക്കാനുണ്ട്. ലേണിംഗ് ടെക്നിക്സ് എന്ന് പറയാം 48ഓളം. പക്ഷേ നമുക്കൊരു 1-2 ദിവസം കൊണ്ട് സ്വായത്തമാക്കാവുന്നതാണ്. പക്ഷേ ഇത് നമുക്കിങ്ങനെ ഒരു കോഴ്സായിട്ട് ഇന്ത്യയിൽ ഒരിടത്തും അവൈലബിൾ അല്ല. A+ ഇപ്പോൾ ഇവിടുത്തെ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോ കോളേജിൽ പഠിക്കുന്നതോ ഡിഗ്രിക്ക് പഠിക്കുന്നതോ ആയിട്ടുള്ള കുട്ടിക്ക് എങ്ങനെ നമുക്ക് A+ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് A+ പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് അവർ ഈ മുടക്കുന്ന പൈസ അവർക്കൊരു 1000 ഇരട്ടി ലാഭമാണ് ഈ ഒരു മെത്തേഡ് പഠിക്കുമ്പോഴത്തേക്ക്. അത് പഠിച്ചത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് ഒരു കുറേ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ 90 ഡേയ്സാണ് ഈ കോഴ്സ് തരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടിത് നമുക്ക് എന്നും പഠിക്കാൻ പറ്റും. എനിക്കൊരു പുസ്തകം സാധാരണഗതിയിൽ ഇപ്പം നമ്മളൊരു പുസ്തകം A to Z നമ്മൾ വായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കത്തില്ല. പിന്നീടുള്ള കാലഘട്ടത്തിൽ നമുക്ക് ആയിരുന്നു. പക്ഷേ നമുക്കൊരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ആ പുസ്തകം വായിക്കും. ആ പുസ്തകത്തിനകത്ത് നിന്ന് മേ ബി ഒരു 5 to 6% നമുക്ക് ആ പർപ്പസിന് ആവശ്യം വരുള്ളൂ. അത് മാത്രമാണ് വായിക്കുന്നത്, നോവൽ വായിക്കുന്നത് പോലെ അല്ല. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും വായിക്കാം, ഓർത്തിരിക്കും. നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ വായിക്കുന്നതിനുള്ളൊരു രീതിയുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ മൈൻഡിൻ്റെ കുറേ മെത്തേഡ്സും മെമ്മറി ടെക്നിക്സും, ഈ മെത്തേഡ് ഓഫ് ലോസിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ TTP ട്രെയിനിങ് സമയത്ത്. മെത്തേഡ് ഓഫ് ലോസിക്കകത്ത് നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ എന്ത് കാര്യവും അതുപോലെ നമുക്ക് റിട്രൈവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഒരെണ്ണം ഒരു essay ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 essay ആണെങ്കിൽ, മെത്തേഡ് ഓഫ് ലോസിയിൽ 10 കെട്ടിടങ്ങളിനകത്തേക്ക് കയറിപ്പോകുന്ന ഓരോ സ്ഥലങ്ങളും അതിനകത്ത് കാണുന്നത് നമുക്കറിയാവുന്ന സ്ഥലങ്ങൾ. ആ സ്ഥലങ്ങളുമായിട്ടത് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കറക്റ്റായിട്ടത് നമുക്ക് ഓർത്ത് പറ്റും. അപ്പം ഒരു 20 പോയിൻ്റൊക്കെ ഉള്ളൊരു കാര്യം നമ്മളൊരു പ്രസംഗത്തിൽ പറയാൻ ശ്രമിക്കുക. ഒന്നിനെ കുറിച്ച് വെച്ച് പറയണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കി വെച്ച് പറയുമ്പോഴത്തേക്കും അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ നമുക്ക് മറ്റുള്ളവർക്കൊരു ഡൈവേർഷൻ വരും. പക്ഷേ മനസ്സിൽ നിന്ന് തന്നെ ഒരു 20 പോയിൻറ്റ്സ്, 40 പോയിൻറ്റ്സ് ഒരു 2 മണിക്കൂറത്തെ ഒരു സ്പീച്ചിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അത് വളരെ ഈ മെത്തേഡ് ഓഫ് ലോസിക്കകത്ത് ഭയങ്കര ഈസിയാണ്. ഇനി അതുപോലെ നമുക്കൊരു ജഡ്ജിൻ്റെ മുന്നേ നമ്മൾ മൊഴി കൊടുക്കുക. ഞാൻ അടുത്തിടയ്ക്ക് ചെയ്തൊരു കാര്യം അതുകൊണ്ട് പറയുക. മൊഴി കൊടുക്കുക, ഒരു എവിഡൻസ് കൊടുക്കുക. അതിനകത്ത് നമുക്ക് ജഡ്ജിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക്, അപ്പോൾ ജഡ്ജ് എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും പറയുന്നത്, മൊഴിയെടുക്കുകയാണ്. അപ്പോൾ 24 പോയിൻറ്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അതിനൊരു സീക്വൻസ് ഉണ്ട്. ആദ്യം സംഭവിച്ചത്, അടുത്ത സംഭവിച്ചത്. ഈ സീക്വൻസ് വെച്ച് ഓർത്തിരുന്നുകൊണ്ട് ഈ സംഭവം കണ്ടത് അതുപോലെ നമുക്ക് പറയാൻ ശ്രമിക്കാം.
പക്ഷേ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിൽ ക്രോസ് എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോകും, കംപ്ലീറ്റ് മാറിപ്പോകും. തന്നെയല്ല നമ്മൾ 24 ഐറ്റംസ് 24 പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയാണത് പറയേണ്ടിയിരുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് ജഡ്ജിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ച് അദ്ദേഹത്തെ കൊണ്ട് എഴുതി എടുപ്പിക്കുകയും ചെയ്തു. പക്ഷേ സാധാരണ ഒരു നല്ല വക്കീലിന് പോലും അത്രയും പറ്റത്തില്ല. പക്ഷേ മെത്തേഡ് ഓഫ് ലോസി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയ കൊട്ടാരത്തിനകത്ത് അതിൻ്റെ സ്റ്റെയർ കേസ് നമ്മൾ കയറി ചെല്ലുന്ന പിന്നെ പൂന്തോട്ടം മുതൽ ഇതിനെ ഓരോന്നിനെ പ്ലേസ് ചെയ്ത് ഇമേജ് രൂപത്തിൽ പ്ലേസ് ചെയ്ത് അങ്ങനെ അവസാനം ലാസ്റ്റ് നമ്മൾ ഇതുവരെ നമ്മൾ ചെന്ന് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് കളറും കൊടുത്ത് എല്ലാം ചെയ്തതിന് ശേഷം നമ്മളങ്ങോട്ട് കയറുക, പറയുക. ഓരോ ശകലം തെറ്റത്തിൽ 24 ഐറ്റം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഈ പണ്ട് റോമൻസിൻ്റെ കാലത്താണ് ഈ ശരിക്കും പറഞ്ഞാൽ മെത്തഡോലോസി ഉണ്ടാകുന്നത്. അപ്പം അന്നേരം മുതലേ ഇപ്പോഴും ക്ലാസിക്കലായിട്ട് നിൽക്കുന്ന ഒരു രീതി. അതുകൂടെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക പഠനത്തിന്. അതായത് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. എപ്പോഴും പഠനത്തിന് രണ്ടുണ്ട്, കണ്ടൻറ്റും ഉണ്ട്. കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ചായ നമുക്ക് തരുക, അത് നമുക്ക് സ്പൂണിനകത്ത് തരാം, ഒരു കപ്പിനകത്ത് തരാം, കപ്പും സോസറും വെച്ച് തരാം, ഒരു വലിയ പ്ലേറ്റിനകത്ത് ഒഴിച്ച് തരാം. അതല്ലേ ഇത് വേണം, പണ്ടത്തെ പോലൊരു പിന്നെ ഈ ഓട് കൊണ്ടുള്ള കുടത്തിനകത്ത് തരാം. അതുമല്ലേ നമുക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ തരാം. ഇതെല്ലാം കുടിക്കുന്ന സാധനം ഒന്ന് തന്നെയാണ്. ആ കുടിക്കുന്ന സാധനം കോണ്ടൻറ്റും ആ തരുന്ന സാധനം കോണ്ടെക്സ്റ്റുമാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന ഈ പ്രധാന ഇൻഫർമേഷൻ മുഴുവൻ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഇത് പോവില്ല. ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തും അത് പോവില്ല. ഞാൻ പഠനത്തിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ അർജുനൻ ഇങ്ങനെ വിഷമം പറയുമ്പോഴത്തേക്കും അർജുനനോട് ശ്രീകൃഷ്ണൻ ഇപ്പം യുദ്ധമുഖത്ത് വെച്ചിട്ട് ഈ 18 ചാപ്റ്റർ ഒറ്റയടിക്ക് പറഞ്ഞു എന്ന് നമുക്ക് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഒരു സ്റ്റോറിയുടെ ഒരു ക്ലൈമാക്സിലൊരു കോണ്ടെക്സ്റ്റാണ്. അപ്പം ഇത് വേണോ അത് വേണോ, അപ്പോൾ ആങ്സൈറ്റി ന്യൂറോസിസ് വന്ന് നിൽക്കുന്ന ഒരു യോദ്ധാവിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ രീതിയിൽ ആ കോണ്ടെക്സ്റ്റിൽ എല്ലാ ഭാഗത്തിനും അതിന് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത മുഴുവൻ വേദങ്ങളുടെ സാരം അതിനകത്തുണ്ട്. സത്തെടുത്ത് വെച്ചേക്കുന്ന പോലെ ഈസിയായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഹൈലി ഫിലോസഫിക്കലാണ്. അപ്പം എന്നാൽ വളരെ സിമ്പിളുമാണ്. ഈ സാധനം നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് തന്നേക്കുന്നതുകൊണ്ട് അത് ഇംഗ്ലീഷിലൊക്കെ പിന്നെ പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസിയാണ്. കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ അർത്ഥം മീനിങ്ങും അതിൻ്റെ ഫിലോസഫിയൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പോൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റീവ് പോവുക, എഫിഷ്യൻറ്റ് സ്റ്റഡി ടെക്നിക്സ്, ഇങ്ങനെ നമുക്ക് ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്സിലൂടെ നമുക്ക് എത്രമാത്രം പഠിച്ചു പോകാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻഫർമേഷൻ വന്നാലും നമ്മൾ അതിനെ മുഖവിലേക്ക് എടുക്കത്തില്ല. കുറച്ച് സ്കെപ്റ്റിക്കലായിരിക്കും. അതങ്ങനെ അല്ലെങ്കിലോ ഇതിങ്ങനെയാണെങ്കിലോ നമ്മളങ്ങനെ കുറച്ചൊരു സ്കെപ്റ്റിക്കലായിട്ട് വെച്ചുകൊണ്ട് അതിന് സംശയത്തിൻ്റെ വിഷയത്തിൽ നോക്കിയിട്ട് അതിന് തെളിവുകളുണ്ടോ, അബദ്ധങ്ങൾ തീരെ കുറച്ചായിരിക്കും. അപ്പോൾ പഠനത്തിനകത്ത് നമ്മളത് ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ പഠനത്തിനകത്ത് ഉപയോഗിക്കാവുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഈ പറഞ്ഞ പോലെ. എന്നിട്ട് പിന്നെ അത് പരീക്ഷ എഴുതുന്നതിനുള്ള മെത്തേഡ്. അപ്പം പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡും കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എലുസിഡേറ്റ് എന്ന് പറയുന്നതല്ല ഇവാലുവേറ്റ്. എസ്സേ കൊടുക്കുകയാണെങ്കിൽ ഇന്യൂമറേറ്റ് എന്ന് പറയുന്നതല്ല എക്സ്പ്ലെയിൻ. ഇതെല്ലാം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ തുടങ്ങേണ്ട ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സാം മാസ്റ്ററി ആയിട്ട് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്നതാണ് എക്സാം മാസ്റ്ററി. സോ എക്സാം മാസ്റ്ററി നിങ്ങൾ എടുക്കുന്ന ആൾക്കാരോട് എനിക്കിപ്പോൾ നേരെ വന്ന് പഠിപ്പിക്കാൻ ഇനി അടുത്ത കാലത്തൊന്നും ടൈം കിട്ടില്ല. ഞാൻ കുറച്ച് ടീച്ചേഴ്സിനെ ഉൾപ്പെടെ വെച്ചാണ് അത് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയ തമാശകളൊന്നുമില്ല, പക്ഷേ പഠിക്കാനുള്ള ടെക്നിക്സ് വളരെ കൃത്യമായി ഞാൻ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ ട്രെയിനേഴ്സിനാണെങ്കിൽ പോലും അവർക്ക് പഠിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ അവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് പോലും ഈ രീതിയിൽ അവർക്ക് പഠിക്കാനായിട്ട് പറ്റും.
ഓക്കെ. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ നടത്തുന്ന പല കോഴ്സസും ഇതുപോലെ ഉണ്ട്. അവർക്ക് ആൾക്കാർക്ക് വളരെ അവരുടെ ജോലിക്കും മറ്റുമൊക്കെ ഒരുപാട് ഉപയോഗിക്കാവുന്ന, പിന്നെ ഇതിൻ്റെ ഇത് ഒരു എന്താണ്, എക്സാം വിജയിക്കാനായിട്ട് അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എക്സാം പ്രിപ്പറേഷൻ, എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സൈക്കോളജിക്കലായിട്ട് കുറേ ടെക്നിക്സ് പറയുന്നുണ്ട്. നമ്മളെ വളരെ ക്രിട്ടിക്കലി കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ നോക്കരുത് എക്സാമിന് പോകുന്നതിന് മുമ്പ്. എനർജി ലെവൽ താഴും. പിന്നെ എക്സാം തുടങ്ങുന്നതിന് മുമ്പൊരു 10 മിനിറ്റെങ്കിലും നമ്മൾ വായിക്കാതിരിക്കണം. അതായത് കോർ ഡംപിങ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്. അത് നമ്മൾ ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ വായിച്ച് ആ സാധനം മാത്രമേ നമ്മൾ ഈ പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ വരത്തുള്ളൂ. നമ്മുടെ ഈ കമ്പ്യൂട്ടറിലൊക്കെ ക്യാഷിൽ കിടക്കാമെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യൂ പോയിൻറ്റിലെ കരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ നോക്കുകയുള്ളൂ. എക്സാം തുടങ്ങുന്നതിന് 10 മിനിറ്റ്സ് മുമ്പ് നമ്മൾ വായന നിർത്തിയിട്ട് കണ്ണടച്ചിരുന്ന് ബ്രീത്തിൽ ഫോക്കസ് ചെയ്ത് വീണ്ടും ബ്രീത്തിൽ ഫോക്കസ് ചെയ്ത് ബ്രീസ് എടുത്ത് വിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കോർ ഡംപിങ് അതിനെ ക്ലീനപ്പ് ചെയ്യുന്നൊരിതുണ്ട്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞാൽ ഈ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡും വരുന്നതിന് ഇടയ്ക്ക് കിടക്കുന്ന ഇൻഫർമേഷനാണ് നമ്മൾ കോർ ഡംപിങ്ങിൽ കളയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്കൊരു വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് പിടുത്തമില്ലെങ്കിലും പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ ഇൻഫർമേഷൻ എടുക്കാനായിട്ട് ടെക്നിക്കുണ്ട്. ഓക്കെ. ആ കൃത്യമായിട്ട് നമുക്കത് വരും. പിന്നെ നമുക്ക് പിന്നെ ഈ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഒരിക്കൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 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 കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് വരും. എങ്ങനെയാണ് ഫോക്കസ് നിർത്താനായിട്ട് പറ്റുക, പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, ഭക്ഷണം കഴിക്കുന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, പിന്നെ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സിനെ എങ്ങനെയാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, ആരും ചിന്തിച്ചിട്ടില്ലാത്ത ചില വഴി കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കിത് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊത്തം യൂണിവേഴ്സിറ്റിയിൽ മൊത്തം പഠിച്ചത് മാത്രം എടുക്കുമ്പോൾ 32 ഇയേഴ്സാണ്. അപ്പോൾ ഞാൻ എത്ര പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെന്ന് ചിന്തിക്കാം. ഇപ്പോൾ 32-ൽ എനിക്ക് തോന്നുന്നൊരു 7 ഇയേഴ്സൊക്കെ കൂടുതലും റീസെർച്ചുകൾ മാത്രമായിരുന്നു. PhD റിസർച്ച്, അത് കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച്, അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞത് ആ ഒരു ഇതുകൊണ്ട് ഇപ്പോൾ സാധാരണഗതി 3 ഇയേഴ്സാണ് നമുക്ക് PhD ചെയ്യാനായിട്ട് UGC നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസോട് കൂടി നല്ല പൈസയാണ് ഇപ്പോൾ തരുന്നത്, നമുക്ക് ചെയ്യാനായിട്ട് സൗകര്യം തരുന്നത്. അപ്പോൾ ഈ 3 വർഷത്തിനകത്ത് ചെയ്യണം. ആക്ച്വലി നമ്മൾ ഈ ഫാസ്റ്റർ സ്റ്റഡി മെത്തേഡൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു PhD തീസിസ് ഉണ്ടാക്കാനായിട്ട് 2 ആഴ്ച മോർ ദാൻ സഫീഷ്യൻ്റാണ്. നമ്മൾ ഈ ലെവലിൽ വന്നിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യമേ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ മെത്തേഡ് ആദ്യമേ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇതിനകത്ത് പക്ഷേ PhDയെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. PhD ഗൈഡൻസ് അല്ല ഇതിനകത്ത് എഴുതിയെടുക്കുന്ന പരീക്ഷകൾ എങ്ങനെയാണ് A+ വായിക്കാനായിട്ട് പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പം ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം നിർത്താനായിട്ട് ചില രീതികളുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ എങ്ങനെയായിട്ടുണ്ട്, ഈ പിന്നെ ക്വസ്റ്റ്യൻ അത് വരുമ്പോഴത്തേക്ക് അതിനൊരു സ്ട്രാറ്റജി വേണം ആൻസർ ചെയ്യാനായിട്ട്, സ്റ്റഡി മെത്തേഡുകൾ ഉപയോഗിക്കണം. പിന്നെ സ്റ്റഡിക്ക് ഇടയ്ക്ക് എങ്ങനെ നമുക്ക് മോട്ടിവേഷനും എന്തൂസിയാസവും നിലനിർത്താനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അതുപോലെ തന്നെ അക്കാഡമിക് ചാലഞ്ചസ് നമുക്ക് വരുന്ന പിന്നെ അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന മൈൻഡ് സെറ്റ് എന്താണ്, ഈ ടീച്ചിങ്ങിനുള്ള ടെക്നിക്സ് ഉണ്ട്. ഞാൻ അതിന് കൂടെ ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കട്ടെ എന്ന് വെച്ച്, കാരണം ഞാനിങ്ങനെ എല്ലാവരും പഠിപ്പിക്കുന്നതിന് പകരം ഇവർക്ക് ഇത് ടീച്ചേഴ്സിന് ഇത് എടുത്തതിന് ശേഷം പഠിപ്പിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. എങ്ങനെയാണ് നമ്മൾ സ്പേസ്ഡ് റെപ്പറ്റീഷൻ, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അനലറ്റിക്കൽ സ്കിൽസും റീസണിങ് സ്കിൽസും എങ്ങനെയാണ്, പിന്നെ ഈ കൊളാബറേഷൻ വിത്ത് പീർസ് ഇൻ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ടാർഗറ്റ് ഗ്രൂപ്പ് എപ്പോഴും ഹൈസ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസുമാണ്. അവരെയാണ് MBA സ്റ്റുഡൻസ്, പബ്ലിക് സർവീസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞില്ല അതിനകത്ത് അധികം തമാശയൊന്നും പറഞ്ഞുള്ളൊരു പ്രോഗ്രാം അല്ല. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്താൽ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലും മെഡിറ്റേഷനും വേണം. മെഡിറ്റേഷൻ ഉണ്ട്. അപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മൈൻഡിനെ ഒരു ആൽഫ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു 5 ടൈംസ് കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ അത് റിട്രൈവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഏതാണ്ട് നമുക്ക് അതുപോലെ ഈ പോമറോഡോ മെത്തേഡൊന്നും പറഞ്ഞിരുന്നുണ്ട്. 25 മിനിറ്റ്സേ പഠിക്കാവും.
ഓക്കെ, അത് കഴിഞ്ഞ് 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് കൊടുക്കണം. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ റെസ്ക്യൂം ചെയ്യണം. വീണ്ടും നമ്മൾ 25 മിനിറ്റ്സ് പഠിച്ചു, വീണ്ടും 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് കൊടുത്തു. അങ്ങനെ നമ്മളിങ്ങനെ മുന്നേറുവാണ്. ആ 25 മിനിറ്റ്സ് തന്നെ നമുക്ക് സ്ട്രക്ചർ ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് നമ്മൾ പിന്നെ ടൈം മാനേജ്മെൻറ്റ്, പഠനത്തിനും പരീക്ഷ എഴുതുന്നതിനുള്ള ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ, ഇതെല്ലാം അതിനകത്ത് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ യൂഷ്വലി തപ്പിയാൽ കിട്ടാത്ത ഒരുപാട് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ബോത്ത് ഇൻ ലേണിംഗ് ആൻഡ് റൈറ്റിംഗ് എക്സാം. ഇവിടെ ഒറ്റ പർപ്പസ് മാത്രമേ ഉള്ളൂ, എന്താ, നമുക്ക് A+ കിട്ടണം. ആ A+ കിട്ടാൻ ഡെഫിനറ്റ് ആയിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും, ഉപകരിക്കും. ഓൾ ദി ബെസ്റ്റ്.